പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക്. രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ, പ്രാർത്ഥനയെ കേട്ട് ഉണരാനും കഴിയണതും, പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം തുടങ്ങണതും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ്, പ്രൊട്ടക്ഷനാണ്, ശരിക്കും ഒരു സംരക്ഷണമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ മക്കളുടെ വലത്തും ഇടത്തും, വീട്ടിലും വഴിയിലും, ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. കർത്താവെ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് എൻ്റെ ഇടയനായതിനാൽ എനിക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല, എനിക്ക് അപകടം ഉണ്ടാകത്തില്ല. കർത്താവേ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു അരുളി ചെയ്ത വചനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. കർത്താവേ, ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശാന്തമായ ജലാശയത്തിലേക്കാണ് നിന്റെ ആടുകളെ മേയ്ക്കുന്നത്. ഇളകാത്ത, ഓളമില്ലാത്ത, കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത്. ഞങ്ങളുടെ ഭക്ഷണപാനീയങ്ങളിലും അനുദിന യാവനകളിലും പോലും കല്ല് കടിക്കരുത്, ചീത്തലും തുമ്മലും ഉണ്ടാവരുത്. അത് സ്വസ്ഥവും സമാധാനമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമേ നിൻ്റെ സ്നേഹത്തെ സങ്കീർത്തനം വർണ്ണിക്കണത്. ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം. കർത്താവെ, അങ്ങയുടെ മക്കളുടെയൊക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ്. കർത്താവെ, പുറകിൽ കണ്ണില്ലാത്ത ഇടയൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പട്ടികൾ, മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അവിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അങ്ങനെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റെത് വഴിക്കണ്ണ് മാത്രമല്ല, പിൻകണ്ണാണ് നീ. 2 കണ്ണുകൾ, 2 നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ. കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല, അത് നിൻ്റെ കൃപയിലാണ്. അത് നോട്ട് ബൈ മെറിറ്റാണ്, ബട്ട് ബൈ ഗ്രേസാണ്. കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവ്, ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് നീ പറയുന്നുണ്ടല്ലോ കർത്താവ്. അത് നിൻ്റെ വാഗ്ദാനമാണ് ഈശോയെ. ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാത്ര, ജോലി, താമസം, ക്രയവിക്രയം, എഴുത്ത്, പരീക്ഷ, പഠനം, സംസർഗം, തീരുമാനം, ചർച്ചകൾ, തീരുമാനം നടപ്പിലാക്കുന്നത്, ആശുപത്രിയിലുള്ള പോക്ക്, ആശുപത്രി കിടപ്പ്, രോഗത്തിൻ്റെ ചികിത്സ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോകണതും സൂപ്പർ മാർക്കറ്റിൽ പോകണതും കടയിൽ പോകണതും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 11 ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ സംരക്ഷണം സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് നിർത്തി ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അതായത് എന്താണെന്നറിയാവോ? ഒരു പ്രത്യാശയാണ്. കാരണം ഈ ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നത്. യോഹന്നാൻ 10:4 തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് ആലയ്ക്ക് പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പൊ മുമ്പേ നടക്കുമ്പോൾ ആടിന്റെ പുറകിലുള്ളത് എന്താ? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും. അവിടെ ഒരു നന്മയെന്ന് പറയണത് എന്താണ്? ഗുഡ്നസ്. ദൈവത്തിന് നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും.
രണ്ടാമത് എന്താണ്? കാരുണ്യം. കാരുണ്യം എന്ന് പറയണത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അത് വാഗ്ദാനമാണ്, ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസത്തിൻ്റെ നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രഖ്യാപിക്കുക. അപ്പോഴങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ്? ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറിറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ. രക്ഷാകരമായ ഫോർമുലയാണത്. എന്താണ്? നോട്ട് ബൈ എഫേസ്യൻസ് 2:8 എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ അതിന് കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മുതൽ മുടക്കില്ല. കാര്യം നമ്മളുടെ ഒരു മെറിറ്റിലല്ല അത് വർക്ക് ചെയ്യണത്. ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറയരുത്. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറയണം. അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല, കണ്ണടയുന്നവരെയാണ്, ജീവിതകാലം മുഴുവനുമാണ്. ഈ ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം. സങ്കീർത്തനം പറയുമേ, അതായത് യജമാനൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാസന് അങ്ങയുടെ മേല് ദാസൻ തൻ്റെ മേല് കാരുണ്യം ചൊരിയുവോളോ. 123 സങ്കീർത്തനമാണ് 2 വാക്യം. ദാസന്മാരുടെ കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, യജമാനന്റെ കൈകളിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാവോ? അത് ഭയങ്കര ഭയങ്കര നോക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ, അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളോ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ്. ഇതങ്ങനെയല്ല. നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരെ മരിക്കും. അതുകൊണ്ട് നീ മാത്രമേ കരുണ കാണിക്കാനുള്ളൂ. നിൻ്റെ കരുണയിലെ എനിക്ക് വിശ്വാസമില്ലല്ലോ, നീ കാണിച്ചില്ല, ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസൻ്റെ മേൽ കരുണ തോന്നുവോളൂ യജമാൻ്റെ കണ്ണ് കൈകളിലേക്കെന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമെന്ന്. എന്തൊരു വല്ലാത്ത വർത്തമാനമാണത്. പിന്നെ ഏത് യജമാനാണ് ഈ ദാസനെ കാണാതെ പോണത്? അവന് ഇൻ്റർവെല്ലില്ലല്ലോ. കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിയിൽ പോക്കും കുർബാനയും കുടുംബസമൊക്കെ നടന്ന് പിന്നെ 6 മാസം പിന്നെ പോകത്തില്ല. അതല്ലേ ആൾക്കാർ. ഇതങ്ങനെയല്ല. അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല. പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് ഇങ്ങനെ. 90% ആൾക്കാർ പണിമേടിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാം, ഓടെടുത്തമ്മ ആളറിയാവുന്ന അപ്പം പറയും. ഇവൻ ഈ ഇളക്കം ദൈവികമായ ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഇവന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടും പോകും, പിന്നെ ഒരു അടുത്ത 2-3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഈ ഇൻ്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത്. ദാറ്റ് ഈസ് റോങ് ആൻഡ് നോൺസെൻസ്. ഇവിടെ എന്താ പറയണത്? സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്തു ചെയ്യും? യജമാന് കരുണ തോന്നുകയുള്ളൂ. യജമാൻ്റെ കൈ എന്നാണ് ഒഴിയേണ്ടത് എനിക്ക് അനുഗ്രഹം തരാൻ, അന്ന് വരെ ഞാൻ യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടിണി കിടക്കും. അല്ലാതെ വല്ലയിടത്തും പോയി നോക്കത്തില്ല. വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല. എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നല്ല ആസ്തി വിശ്വസ്തത ഉണ്ടാകാൻ, കർത്താവിൻ്റെ ഇതിനെ ഉറച്ചു നിൽക്കാൻ ദൈവം ഈ ദിവസം എന്നെ സഹായിക്കട്ടെ.